കൊല്ലം ചന്ദനത്തോപ്പിലെ പട്ടികജാതി ശ്മശാനം കാട് കയറി നശിക്കുകയാണ്. പഞ്ചായത്തിന്റെ പിടിവാശിയാണ് ശ്മശാനത്തിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും കുറ്റപ്പെടുത്തുന്നു. സർക്കാർ അവഗണനയുടെ കെടുകാര്യസ്ഥതയുടെ ഒരു തുറന്നു പറച്ചിലാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. കൊല്ലം ജില്ലയിലെ പട്ടികജാതി ശ്മശാനമായ ചന്ദനത്തോപ്പ് പട്ടികജാതി ശ്മശാനത്തിലാണ് ഇന്നുള്ളത്. ഈ ശ്മശാനത്തിലെ ഇന്നത്തെ അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ശ്മശാനം നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. അതിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലേത്. രേഖയിൽ മാത്രമാണ് നടത്തിപ്പിന് ശ്മശാനത്തിൽ ആളുള്ളത്. കാടുകയറി ശ്മശാനം മരണശയ്യയിലായിട്ട് നാളേറെയായി. അപ്പോൾ ഈ ശാഖയ്ക്കകത്ത് നമ്മൾ ഈ സാധാരണപ്പെട്ടക്കാരനും ഇവിടെ പോളയത്തൊട്ടി കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കൊല്ലത്ത് മുളങ്കാടത്ത് കൊണ്ടുപോകാനോ സാമ്പത്തികം ഇല്ലാത്ത ഒരുപാട് വീട്ടുകാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് വട്ടം ഇവിടെ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു, ഇവിടുത്തെ വാർഡ് മെമ്പർമാരെ അവതരിപ്പിച്ചു, ഇവിടുത്തെ ഈ നിലവിൽ നിന്ന ശാഖ സെക്രട്ടറി പ്രസിഡന്റ് വരെ എല്ലാം ഞാൻ അവതരിപ്പിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്നിത് കണ്ടപ്പോൾ, ഈ ദയനീയാവസ്ഥ കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. കാടുകയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്നിവിടം. ശ്മശാനം നവീകരിച്ചപ്പോൾ തറയോട് പാകി, പക്ഷേ അതിനു മുകളിൽ ഇന്ന് കാട് പടർന്നിരിക്കുന്നു. ആംബുലൻസ് കടന്നു വരുന്ന റോഡ് വനമായി മാറിയ അവസ്ഥയിലുമാണ്. പെരിനാട് പഞ്ചായത്തിന്റെ അധീനതയിലാണ് ശ്മശാനം. ഇത് പൊതുശ്മശാനമാക്കാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തി. പക്ഷേ നാട്ടുകാരുടെ എതിർപ്പ് രൂക്ഷമായതോടെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നാലെ പഞ്ചായത്ത് സ്വീകരിച്ചത് പ്രതികാര നടപടിയെന്ന വാർഡ് മെമ്പർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അത്രയും പോപ്പുലേഷനുള്ള മേഖലയിൽ ഒരു ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് വേണം ഈ ഭൂമി വൃത്തിയാക്കി ആ ബോഡി ദഹിപ്പിക്കുക. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ബോഡി കൊണ്ട് ദഹിപ്പിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളും ഇല്ല. പുറത്തുനിന്ന് അതിന് വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുവന്നാണ് ഇവിടെ ദഹിപ്പിക്കുന്നത്. ഒരു 10-12,000 രൂപയോളം ചിലവ് വരും. സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തതാണ്. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ഇവിടുത്തെ ചെറുപ്പക്കാരാണ് ഇന്ന് സംസ്കാര ക്രമീകരണങ്ങൾ നടത്തുന്നത്. തങ്ങളോട് എന്തിനാണ് ഈ കണ്ണില്ലാ ക്രൂരതയെന്ന് പരസ്പരം ചോദിക്കുകയാണ് ഈ നാട് ഒന്നാകെ. പരാതികൾ പലകുറി പലയിടത്ത് പറഞ്ഞതാണ്, പക്ഷേ പരിഹാരം മാത്രം ഉണ്ടായില്ല. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാസ്കറിനൊപ്പം അരുൺ രാജ് 24. പൊതുജനം കഴുതയല്ല സാർ. അടിയന്തരമായി ശ്മശാനം കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി വിപുലീകരിക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ പോകുന്നു. അതിലേക്ക് ഈ ഗേറ്റിലൂടെ ആ ഗേറ്റിലൂടെ വന്ന് ആംബുലൻസ് ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഈ മതിൽ തുറക്കും. പക്ഷേ ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടൊരു നമ്മളെ തൊഴിലുറപ്പ് ചെയ്തുകൂടാ? ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ശ്മശാനം അത്. ഞങ്ങളുടെ അച്ഛൻ്റെ ഭാഗത്ത് അച്ഛൻ്റെ ചെറുപ്പകാലത്ത് സർക്കാർ കൊണ്ടുവന്നൊരു ശ്മശാനമാണത്. ഇതിനകത്ത് വാച്ചറുണ്ടെന്ന് പറയുന്നു. പക്ഷേ വാച്ചർ നമുക്ക് കാണാനുമില്ല. ദഹിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ 10-12 രൂപ കൊണ്ടുവന്ന് ഈ റോഡ് വൃത്തിയാക്കണം, വഴി വൃത്തിയാക്കണം. ഇവിടെ അടക്കാൻ കൊണ്ടുവരുന്ന ദൂരെ നിന്ന് വരുന്ന വ്യക്തികൾ വീട്ടിൽ വന്ന് ബക്കറ്റ് എടുത്ത് വെള്ളത്തിന് കൈകാര്യം ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും എറിഞ്ഞിട്ടങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വെളിച്ചമില്ല. അത്യാവശ്യം അതിന് ഇവിടെ ഗവൺമെൻറ് അതിൻ്റെ കാര്യം പട്ടികജാതി ശ്മശാനം ആയതുകൊണ്ടായിരിക്കാം അതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നത്. എൻ്റെ അച്ഛന് മുമ്പ് ഉണ്ടായ ഒരു ശ്മശാനമാണെന്നാണ് എൻ്റെ അറിവ്. ഈ ശ്മശാനം ഈ പട്ടികജാതി ശ്മശാനം എന്ന് പറയുന്ന ആ പട്ടികജാതിയിലുള്ള അവജ്ഞയാണ് ഈ ഗവൺമെൻറ് സർക്കാരുകൾ കാണിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് അധികൃതർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ്. ഇടപെടാൻ കഴിയുന്ന തരത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.